ഇന്ന് നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത് പുഴമീനാണ് കേട്ടോ. അപ്പോൾ ഇത് തലേദിവസം രാത്രി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് രാവിലെ ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി തണുപ്പൊക്കെ മാറ്റിയതിന് ശേഷം ഇതൊരു 11 മണിയാകുമ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് പുഴമീനോട് വലിയ താല്പര്യമൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ 2 3 ഇട്ട് കൊടുത്തു കേട്ടോ. പച്ചക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. വേവിച്ചിട്ട് ഇങ്ങനെ ചോറിൽ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ താല്പര്യമില്ല കേട്ടോ. ഇവിടെ ഫേവറേറ്റ് അയിലയാണല്ലോ, അയില, നത്തള്, പിന്നെ വലിയ വെട്ടുമീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇവർക്ക് ഇഷ്ടം. മത്തി തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ 2 3 മീനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്തിനാ ആദ്യം തന്നെ ഇട്ട് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാലാണൊന്ന് സമാധാനമായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് ഒരു കിലോ മീനൊക്കെ ക്ലീൻ ചെയ്യാൻ അത്യാവശ്യം സമയം വേണമല്ലോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യുമ്പോൾ വീണ്ടും വന്നിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്റെ പകുതി അവർ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാ ബാക്കി പകുതി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്ത് മീനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പേര് എനിക്കറിയില്ല. കണ്ടു കഴിഞ്ഞാൽ കടൽക്കണ്ണൻ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ തലയൊക്കെ ഞാൻ എന്താണ് കൊടുക്കുന്നത് വെച്ചാൽ തല ഇട്ട് വേവിക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഭയങ്കര വെറുപ്പാണ്. ഞാൻ ഒന്നും കഴിക്കാത്ത കാരണം കൊണ്ടായിരിക്കും. അപ്പോൾ ഞാനതാ തലയൊക്കെ അവർക്ക് കൊടുത്തു. പകുതി മീനും അവർ കഴിച്ചു. എന്നിട്ട് ഇതാ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് നമ്മൾ പൂച്ചക്കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ മീനൊക്കെ എടുത്തു, ചോറ് മീനൊക്കെ എടുത്തു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻകുട്ടീനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മുടെ മീൻകുട്ടിയെ 2 ദിവസം മുമ്പ് കൊണ്ടുപോയി കേട്ടോ. ഞാൻ വിചാരിച്ചത് ആദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ, ഒരു 5 6 മാസമൊക്കെ ആയിട്ട് കൊടുക്കാന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മീൻകുട്ടി കൊടുക്കേണ്ട കാര്യം ചിന്തിച്ചിട്ടില്ല. മീൻകുട്ടിയുടെ പ്രസവം 1 വയസ്സൊക്കെ ആകുമ്പോഴേക്കുള്ള പ്രസവം നിർത്തണം എന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ അവർക്കൊരു വെള്ള പൂച്ചക്കുട്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അങ്ങനെ ബാബുവിന്റെ ഫ്രണ്ടാണ്. അപ്പോൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ഒരു 5 6 മാസമായിട്ട് കൊടുക്കാന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അത് അറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് കുട്ടികൾ ഇങ്ങനെ വാശി പിടിക്കാതെ വേണം പറഞ്ഞിട്ട് അപ്പോൾ അവരാണ് നന്നായി നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ മീൻകുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. മീൻകുട്ടി കൊണ്ടുപോയ ദിവസം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ആദ്യത്തെ ദിവസം അവളിങ്ങനെ പാല് കുടിക്കുന്ന കുട്ടിയല്ലേ ഉണ്ടായിരുന്നു. 75 ദിവസം 80 ദിവസമായി ഉണ്ടായിരുന്നു കേട്ടോ അവൾക്ക്. 3 മാസം ആവാൻ ഒരു 10 ദിവസം കൂടി, 10 ദിവസം ഇല്ല, ഒരാഴ്ചയും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസം അവൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അത്ര. ഇപ്പൊ നല്ല ഉഷാറായിട്ട് നല്ല മിടുക്കിയായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ബാബുവിനോട് എപ്പോഴും ചോദിക്കും, മീൻകുട്ടിയുടെ വർത്തമാനമാണ് ബാബുട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം അതാണ് കേട്ടോ ചോദിക്കുക. കാരണം അവൾ ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ അവളിപ്പോ നല്ല ഹാപ്പി ആയിട്ട് നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി അത് കേട്ടപ്പോൾ. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ നമ്മളങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയൂട്ടോ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുന്നോളൂ പറഞ്ഞിട്ട് നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പൂച്ചക്കുട്ടികളെ കൊണ്ടുപോയി ഒരു 2 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു കൊടുന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടാവരുതെന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ തിരിച്ചു കൊടുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ മീനൊക്കെ വേവിച്ചു. പറഞ്ഞ പോലെ തന്നെ മീൻകുട്ടി ചോറൊന്നും പൂച്ചക്കുട്ടികൾക്ക് ഉണ്ടാകാൻ വലിയ താല്പര്യമില്ല കേട്ടോ. വേണോ വേണ്ടേന്ന് പറഞ്ഞിട്ടാണ് കുറേശ്ശെയാണ് കഴിച്ചത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നായക്കുട്ടി വന്നു. അപ്പോൾ ഞാൻ പൂച്ചക്കുട്ടികൾക്ക് വെച്ച ചോറ് തന്നെയാണ് കേട്ടോ എടുത്തിട്ട് അങ്ങനെ നായക്കുട്ടിക്ക് കൊടുത്തു. പൂച്ചക്കുട്ടികളൊന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ പൂച്ചക്കുട്ടികൾ കഴിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചക്കുട്ടികൾ മീനൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവർക്ക് വിശപ്പില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ.